Some applications of trigonometry. Next problem. A ladder of length 90 meter. 90 meter ladder touches the wall at a height of 45 meter. ഒരു wall ഉണ്ട്, ഒരു wall കണ്ടോ, ഒരു wall. ആ wallൽ ഒരു ladder ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. ladder 90 meter ഹൈറ്റ് ഉള്ള ഒരു ladder ഇങ്ങനെ ഒരു wallൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ wallന്റെ ഹൈറ്റ് എത്രയാണ്? 45 മീറ്റർ. 45 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വോളിലാണ് ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഫൈൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി ലാഡർ വിത്ത് ദി ഹൊറിസോണ്ടൽ. ഈ ഹൊറിസോണ്ടലുമായിട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്ന ലാഡർ മേക്ക് ചെയ്യുന്ന ആംഗിൾ കാണണം. തീറ്റ കാണണം. ഓക്കെ, നമുക്ക് വാട്ട് ഈസ് ഗിവൺ? ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഗിവൺ and also hypotenuse is given. ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡുമാണ് ഈ ആംഗിളിൻ്റെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസും ആൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള ആംഗിൾ എന്താണ്? ദി ആംഗിൾ ബിറ്റ്വീൻ ആംഗിൾ അല്ല, റേഷ്യോ എന്താണ്? ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ എന്താണ്? നമുക്കറിയാം, ടാൻ ആണല്ലേ. ടാൻ തീറ്റ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എ ബി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈക്വൽസ് 1/2 എന്ന് എഴുതാലോ. കട്ട് ചെയ്താൽ 1/2. ടാൻ തീറ്റ 1/2 വരുന്നത് തെറ്റി. സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രിയിലെ റിമൈനിങ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ കുറേ പ്രോബ്ലം ചെയ്തു. ഇപ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആണെങ്കിൽ അത് വിട്ടുകളയാൻ പറ്റില്ല, നമുക്കത് പഠിപ്പിച്ച് തീരും. അപ്പോൾ അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. എ ലാഡർ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദി ഗ്രൗണ്ട് വെൻ പ്ലേസ്ഡ് അഗനിസ്റ്റ് എ വാൾ. ഒരു വോളിൽ ഒരു ലാഡർ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു, അല്ലെ, ഇങ്ങനെ ലാഡർ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. അത് ഹൊറിസോണ്ടലുമായിട്ട് ഗ്രൗണ്ടുമായിട്ട് 60 ഡിഗ്രി ആംഗിളിലാണ് ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നത്. അപ്പോൾ ABC എന്ന് പറയാം. ABC. ഇഫ് ദി ഫുട്ട് ഓഫ് ദി ലാഡർ 2 മീറ്റർ അവേ ഫ്രം ദി വോൾ. ഈ വോളിൽ നിന്ന് 2 മീറ്റർ അവേ ആണ് ഈ ലാഡറിൻ്റെ ഫുട്ട് എന്ന് പറയുന്നത്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ലാഡർ. ലെങ്ത് ഓഫ് ദി ലാഡർ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് ഗിവൺ? ഈ ആംഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ആംഗിൾ 60 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ സി. ഈ ആംഗിൾ സിയുടെ എന്താണ് തന്നിരിക്കുന്നത്? വാട്ട് ഈസ് ഗിവൺ? ഇറ്റ്സ് അഡ്ജസൻറ്റ് സൈഡ് ഈസ് ഗിവൺ. നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ലാഡറിൻ്റെ ലെങ്ത് അല്ലേ. ഈ ലാഡറിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന ഈ റൈറ്റ് ട്രയാങ്കിളുടെ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് ഈസ് ഗിവൺ. ഹൈപ്പോട്ടന്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ്. ഏതാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോ? കോസ് തീറ്റ, അല്ലേ. കോസ് തീറ്റ, ദാറ്റ് ഈസ് കോസ് തീറ്റ ഈക്വൽസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോ. ദാറ്റ് ഈസ് കോസ് തീറ്റ ഈക്വൽസ് കോസ് 60 ഈക്വൽസ് അഡ്ജസൻറ്റ് സൈഡ് ഈസ് 2. ഹൈപ്പോട്ടന്യൂസ് ഈസ് AC. കോസ് 60യുടെ വാല്യൂ എന്താണ്? √3 ആണോ? കോസ് 60 1/2. ടാനാണെങ്കിൽ √3. കോസ് 60യുടെ 1/2 ഈക്വൽസ് 2/AC. ദെൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. AC ഈക്വൽസ് 4. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തു. ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. അത് മറ്റൊരു പ്രോബ്ലം പറയാം. ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, പക്ഷെ പ്രോബ്ലം പറയാം. ഇതുപോലെ തന്നെ ഒരു വോളുണ്ട്. ആ വോളിൽ ഇതുപോലെ തന്നെ ഒരു ലാഡർ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു വോളിൽ ഒരു ലാഡർ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിള് തന്നിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ABC. ബട്ട് ഈ വോളിന് 45 മീറ്റർ ഹൈറ്റ് ഉണ്ട്, ലാഡറിന് 90 മീറ്റർ ലെങ്ത് ഉണ്ട്. എ ലാഡർ ഓഫ് ലെങ്ത് 90 മീറ്റർ, അല്ലേ. അത് മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. 60 ഡിഗ്രി അല്ലേ, അത് ഇവിടെയാണ്. ഇവിടെ എത്ര ഹൊറിസോണ്ടൽ ആംഗിൾ അറിയില്ല.
ഒരു ലാഡർ 90 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ലാഡർ 45 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വോളിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ഫൈൻഡ് ദി ആംഗിൾ. നമ്മൾ ആംഗിൾ കാണണം. ആംഗിൾ വിത്ത് ദി ഹൊറിസോണ്ടൽ. ഈ ഹൊറിസോണ്ടലും ലാഡറുമായിട്ടുള്ള ആംഗിൾ, ഈ തീറ്റ നമുക്ക് കാണണം. വി ഹാവ് ടു ഫൈൻഡ് ദി ആംഗിൾ. തീറ്റ കാണണം. അപ്പോൾ എന്തെല്ലാമാണ് തന്നിരിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഗിവൺ, ഹൈപ്പോട്ടന്യൂസ് ഈസ് ഗിവൺ. അപ്പോൾ നമ്മൾ എന്തെടുക്കും? ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള റേഷ്യോ എന്താണ്? ദ റേഷ്യോ ബിറ്റ്വീൻ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ് സൈൻ. സൈൻ. സൈൻ തീറ്റ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse. Opposite side is 45. Hypotenuse 90. Sin theta equals 45 by 90. That is 1/2. Sin theta 1/2 ആണ്. Sin theta 1/2 ആവുന്ന ഏത് ആംഗിളാണ്? ഏത് ആംഗിളിലാണ് sin theta 1/2 ആവുന്നത്? Sin 30. Sin 30. Sin 30യിലാണ് ആംഗിൾ 1/2 ആവുന്നത്. Sin 30. അപ്പോൾ ദി ആംഗിൾ നമുക്ക് ഇന്ന് കിട്ടി 30 ഡിഗ്രി ആംഗിളിലാണിത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലാഡറിൻ്റെ തന്നെ ഒരു 2 പ്രോബ്ലമാണ്, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ തന്നിരുന്നത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ടോപ്സ് ഓഫ് 2 poles ഓഫ് ഹൈറ്റ് 16 മീറ്റർ ആൻഡ് 10 മീറ്റർ. 2 poles ആണ്, 16 മീറ്റർ ഉള്ളൊരു പോള്, 10 മീറ്റർ ഉള്ളൊരു പോള്. 16 മീറ്റർ ഉള്ളൊരു പോള്, 10 മീറ്റർ ഉള്ളൊരു പോള് ആർ കണക്റ്റഡ് ബൈ എ വയർ. ഒരു വയർ കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. കണക്റ്റഡ് ബൈ എ വയർ. ഇഫ് ദി വയർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ. ഈ വയർ ഹൊറിസോണ്ടലായിട്ട് 30 മീറ്റർ ആംഗിളാണ് മേക്ക് ചെയ്യുന്നത്. 30 മീറ്റർ ആംഗിൾ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി വയർ. വയറിൻ്റെ ടോട്ടൽ ലെങ്ത്, ഈ ലെങ്ത്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി വയർ. ഈ ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്. നോക്കാം. എ ബി സി ഡി ഇ. ഇത് 10 മീറ്ററുള്ള ഒരു പോള്, 16 മീറ്ററുള്ള ഒരു പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു വയർ കൊണ്ട് ഇത് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ വയറിൻ്റെ ലെങ്ത് കാണണം. ഒരു ക്ലൂ തന്നിരിക്കുന്നത് എന്താണ്? ഈ വയർ ഇങ്ങനെ ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ടു റൈറ്റ് ട്രയാങ്കിൾസ് നമുക്കിവിടെ കാണാം. 2 റൈറ്റ് ട്രയാങ്കിൾസ്. റൈറ്റ് ട്രയാങ്കിൾ സി ഡി ഇ ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ സി ബി എ ഓർ എ ബി സി. ഈ വയറിൻ്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഈ ലെങ്ത് കാണാമല്ലോ. എ സി ഫൈൻഡ് ചെയ്യണം. ഇൻ ട്രയാങ്കിൾ എ ബി സി എടുത്തേ. ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ട്രയാങ്കിൾ ആണ്. അവിടെ എ സി എന്ന് പറയുന്നതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. എ ബി ഈസ് ഈ ആംഗിളിൻ്റെ, ഈ 30 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ എടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈ സൈനാണ്. സൈൻ 30 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് എ സി. അങ്ങനെ നമുക്ക് എ സി ആണ്. സൈൻ 30യുടെ വാല്യൂ എന്താണ്? 1/2 ഈക്വൽസ് വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് എ ബി എന്താണ്? 16 മീറ്റർ ആണ്. 16 മീറ്റർ ബൈ എ സി. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ. 1 ഇൻറ്റു എ സി ഈക്വൽസ് എ സി. 2 ഇൻറ്റു 16 ഈക്വൽസ് 32 മീറ്റർ എന്ന് കിട്ടി. എ സി 32 മീറ്റർ. ഇനി നമുക്ക് സി കാണാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഇ ഡി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ എടുത്തോ. ഇ ഡി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ നമുക്കിതിൻ്റെ ഈ ആംഗിൾ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇ സി ഓർ സി. ഈ ഇ സി കാണണമെങ്കിൽ ഓർ സി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുക്കണം. അതും സൈനാണ് എടുക്കുക. Sin 30 equals opposite side, that is 10 by hypotenuse, that is CE. Sin 30 is, we know that it is 1/2, is 10 by CE. Then CE equals what? 20. CE 20 എന്ന് കിട്ടി. അപ്പോൾ CE 20 ആണ്. ഈ ഫുള്ള് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്. ഫുള്ള് ലെങ്ത്ത് 32 ആണ്. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പാടില്ലേ?
ലെങ്ത് ഓഫ് വയർ എന്ന് പറയുന്ന എന്താണ്, ഇത് ഫുള്ള് 32 ആണ്. 32 20 പോവുക. 32 - 20 ദാറ്റ് ഈസ് 12 മീറ്റർ ഈസ് ദി ലെങ്ത് ഓഫ് ദി വയർ. കണ്ടോ, 12 മീറ്റർ. ഈ ലെങ്ത് ആണെങ്കിൽ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഈ സി എന്ന് പറയുന്ന ലെങ്ത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ലെങ്ത് കിട്ടും, വയറിൻ്റെ ലെങ്ത് കിട്ടും. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. The tops of 2 towers of height x and y. ഈ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ ഭേദം ആ ക്വസ്റ്റ്യൻ പറയുന്നതോടൊപ്പം തന്നെ വരച്ച് പോകണം, നമ്മൾ ഡ്രോ ചെയ്ത് പോകണം. അപ്പം ആ ഫിഗർ കൂടി വരച്ച് പോകുമ്പോൾ എളുപ്പമുണ്ട്, മനസ്സിലാവും. ഇത് ടോപ്സ് ഓഫ് 2 ടവേഴ്സ് ആണ്. ഇതൊരു ടവറുണ്ട്, എന്തായാലും ഈക്വൽ ലെങ്ത് അല്ല, ഈക്വൽ ഹൈറ്റ് അല്ല, ഡിഫറെൻറ്റ് ഹൈറ്റുള്ള 2 ടവേഴ്സ് ആണ്. അത് ഒരു ലെവൽ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിലായിരിക്കുമല്ലോ. ദി ടോപ്സ് ഓഫ് 2 ടവേഴ്സ് ഓഫ് ഹൈറ്റ് എക്സ് ആൻഡ് വൈ. ഫസ്റ്റ് ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ്, സെക്കൻഡ് ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വൈ. ഓക്കെ. സ്റ്റാൻഡിങ് ഓൺ ലെവൽ ഗ്രൗണ്ട്, സബ്സ്റ്റൻഡഡ് ആംഗിൾസ് ഓഫ് 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി അറ്റ് ദി സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് ഒരു ടവർ 60 ഡിഗ്രിയിൽ, ഒരു ടവർ 30 ഡിഗ്രിയിൽ. ഇപ്പോൾ ഹൈറ്റുള്ള ടവറായിരിക്കും ലാർജ് ആംഗിളിൽ നിൽക്കുന്നത്. ഇത് 60 ഡിഗ്രിയിൽ നിൽക്കുന്നു. ഈ ടവർ സെൻറ്ററിൽ നിന്ന് എന്താണ് 30 ഡിഗ്രിയിൽ. 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി സെൻട്രൽ നിന്നാണ്, സെൻറ്ററാണിത്. സെൻറ്റർ ഓഫ് ദി ലൈൻ ജോയിനിങ് ദെയർ ഫീറ്റ്. ദെൻ ഫൈൻഡ് എക്സ് ഈസ്റ്റ് വൈ കാണുന്നു. യെസ്, സെൻറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പേരൊക്കെ കൊടുക്കാം. എ, ബി, സി, ഡി, ഇ. ഈ സെൻറ്റർ, ഈ എന്ന് പറയുന്നത് സെൻറ്റർ ആണല്ലോ. ഈ സെൻറ്റർ ആകുമ്പോൾ വി നോ ദാറ്റ് ബി ഇ ഈക്വൽസ് ഡി ഇ. ബി ഇയും ഡി ഇയും ഈക്വൽ ആയിരിക്കും. ലെറ്റ് ബി ഈക്വൽസ് എ ആൻഡ് ഡി ഈക്വൽസ് എ. ബി എ ആണെങ്കിൽ ഡിയും എ ആണല്ലോ, രണ്ട് ഈക്വൽ ലെങ്ത് അല്ലേ? യെസ്. എക്സ് ഈസ്റ്റ് വൈ അല്ലേ നമുക്ക് കാണേണ്ടത്? യെസ്. ഇപ്പോൾ നമുക്ക് 30 ഡിഗ്രിയിൽ ഇവിടെ എ ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡ്. എക്സ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് എ ഈസ് അഡ്ജസൻറ്റ് സൈഡ്. നമുക്ക് ടാൻ എന്ന് എടുത്ത് നോക്കാം. ടാൻ 30, ടാൻ എടുക്കാം. ടാൻ 30 ഡിഗ്രി ഈക്വൽസ് opposite side by adjacent side. Tan 30 is what? Tan 30 is 1/√3. 1/√3 equals x by a. Then a equals √3x. This is the first equation. A എന്ന് പറയുന്നത് √3x ആണ്. This is the first equation. Okay. Next. ഇവിടെയും ടാൻ എടുക്കാം. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ടാൻ എടുക്കാം. ടാൻ എന്തെടുക്കും ഞാൻ? ടാൻ 60. ടാൻ 60 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് വൈ, ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് എ. ടാൻ 60 ഈസ് വി നോ ദാറ്റ് √3. വൈ എയ്ക്ക് നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് ദിസ് √3x ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. √3 × √3x, 3x ഈക്വൽസ് വൈ. 3x ഈക്വൽസ് വൈ. ഓക്കെ, 3x ഈക്വൽസ് വൈ എന്ന് കിട്ടി. എക്സ് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ഈക്വൽസ്, അല്ലെങ്കിൽ വൈ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എക്സ് ഇവിടെ ഡിവൈഡ് ചെയ്യാം. y by x, a by x. നമുക്ക് ഇവിടെ 1 ഇടാം. 1 നമുക്ക് x by y ആണ് കാണുന്നത്. അപ്പോൾ റെസിപ്രോക്കൽ കാണാം. x by y ഈക്വൽസ് 1/3. x by y ഈക്വൽസ് 1/3. ദാറ്റ് ഈസ് x ഈക്വൽസ് 1 ആൻഡ് y ഈക്വൽസ് 3. x ഈസ് ടു y ഈക്വൽസ് 1:3. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. പെട്ടെന്ന് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണെന്ന് വിചാരിക്കാം. ഇത് ഒന്ന് കണ്ടിട്ട് മനസ്സിലായാലും ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് കാണണേ. നോട്ട്ബുക്കിലോട്ടൊന്ന് എഴുതി വയ്ക്കണം. നോട്ട്ബുക്കിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാതാവുമ്പോൾ മാത്രം വീഡിയോ ഒന്നുകൂടി ഓപ്പൺ ചെയ്തിട്ട് പ്ലേ ചെയ്തിട്ടൊന്ന് കാണുക. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ക്വസ്റ്റ്യൻ പറയാം, അതാണ് നല്ലത്. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദി ഡെക്ക് ഓഫ് എ ഷിപ്പ്
വിച്ച് ഈസ് 10 മീറ്റർ എബോവ് ദി വാട്ടർ ലെവൽ. അപ്പം ഇങ്ങനെയാണ് വാട്ടർ എടുക്കുന്നത്. വാട്ടറാണ്, നോക്കിക്കൊള്ളേ, ഇത് വാട്ടറാണ്, ഇത് വാട്ടർ ലെവലാണ്, ഇത് വാട്ടർ. ഒരു ഷിപ്പുണ്ട്, ഇത് ഷിപ്പ്. ഇനി ഞാൻ ഷിപ്പ് ഇങ്ങനെ വരയ്ക്കാം. ഷിപ്പിൻ്റെ ഡെക്കിൽ നിൽക്കുകയാണ് അല്ലേ. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദി ഡെക്ക് ഓഫ് എ ഷിപ്പ് വിച്ച് ഈസ് 10 മീറ്റർ എബോവ് ദി വാട്ടർ ലെവൽ. ആ ഡെക്ക് എന്ന് പറയുന്നത് 10 മീറ്റർ എബോവ് ആണ്. 10 മീറ്റർ എബോവ് ആണ് ഇതിൻ്റെ ഡെക്കിലോട്ടുള്ള ഹൈറ്റ്. 10 മീറ്റർ എബോവ് വാട്ടർ ലെവലിൽ. ഓക്കെ, ദി വാട്ടർ ലെവൽ ഒബ്സർവ്സ് ദി ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് എ ഹിൽ. ഇവിടെ ഒരു ഹില്ലുണ്ട്, ഒരു ഹില്ല്. അപ്പം ഇങ്ങനെ നോക്കാം, ഒരു ഹില്ലാണ്, ദിസ് ഈസ് ഹിൽ. ആംഗിൾ ഓഫ് എലവേഷൻ, ഇതിൽ ടോപ്പ്, ഹില്ലിൻ്റെ ടോപ്പ് എന്ന് പറയുന്ന ആംഗിൾ ഓഫ് എലവേഷനിൽ 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിലാണ് ഹില്ല് ടോപ്പ് കാണുന്നത്. ഹില്ലിൻ്റെ ബോട്ടം ഇതാണ്. ഹില്ലിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് എന്താണ്? സോറി, ഇത് 60 ഡിഗ്രിയാണ്. ദിസ് ഈസ് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിലാണ്. അങ്ങനെയാണ്. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദി ഡെക്ക് ഓഫ് എ ഷിപ്പ് വിച്ച് ഈസ് 10 മീറ്റർ എബോവ് ദി വാട്ടർ ലെവൽ observes the angle of elevation of top of a hill as 60 degree and the angle of depression of the base of the hill. ഹില്ലിൻ്റെ ബേസ് എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ 30 ഡിഗ്രിയിലാണ് കാണുന്നത്. ഇത് 30 ഡിഗ്രിയാണ്. ദിസ് ഈസ് ഓൾസോ 30 ഡിഗ്രിയിൽ കാണുന്നു. കാൽക്കുലേറ്റ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഹിൽ ഫ്രം ദി ഷിപ്പ്. ഈ ഡിസ്റ്റൻസ്, ഷിപ്പിൽ നിന്ന് ഹില്ലിലോട്ടുള്ള ഡിസ്റ്റൻസ് കാണണം. ഹൈറ്റ് ഓഫ് ദി ഹില്ലും കാണണം. അപ്പം ഇങ്ങനെയാണത്. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, 2 റൈറ്റ് ട്രയാങ്കിളാണ്. ഇവിടെ എ എന്ന് കൊടുക്കാം, ബി, സി, ഡി, ഇ. ഓക്കെ, ഇത് 10 മീറ്റർ ആണ്. ദിസ് ഈസ് 10 മീറ്റർ ആണ്. ഇത് റൈറ്റ് ട്രയാങ്കിൾ. ഇൻ റൈറ്റ് ട്രയാങ്കിൾ സി ഡി ബി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ. ഇത് 10 മീറ്റർ. ഓപ്പോസിറ്റ് സൈഡ് 30 ഡിഗ്രി ആംഗിളുടെ ഓപ്പോസിറ്റ് സൈഡ് 10 മീറ്റർ ആണ്. ദെൻ വി ക്യാൻ ഫൈൻഡ് ബി ഡി ഈസ് അഡ്ജസൻറ്റ് സൈഡ് ആൻഡ് ദിസ് ഹൈറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ്. ടാൻ എടുക്കാം, ടാൻ 30 എടുത്താൽ opposite side by adjacent side. That's tan 30 is, we know that 1 by root 3. 1 by root 3 equals opposite side is, the 30 opposite side 10 meter ആണ്. 10 by adjacent side is, ഇതല്ലേ adjacent side, that is BD. Then cross ആയിട്ട് multiply ചെയ്യാം. BD equals 1 into BD equals 10 root 3. ബി ഡി നമുക്ക് കിട്ടി. ബി ഡി ഈക്വൽസ് 10 root 3. ഇത് ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്നു ഫസ്റ്റ് ഇക്വേഷൻ. ബി ഡി കിട്ടി. ഇപ്പോൾ ഫസ്റ്റിലെ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഷിപ്പ് ആൻഡ് ദി ഹില്ല് 10 root 3 എന്ന് കിട്ടി അല്ലേ, അത് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഈ ഹൈറ്റ് ഓഫ് ദി ട്രീ ആണ്. ഹൈറ്റ് ഓഫ് ദി ട്രീ ആണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് 10 ആണ്. ഇവിടെ ഇത് 10 ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെ 10 ആണ്. നോക്കി, ഇത് 10 ആണ്. നമുക്ക് എ കാണണം, ഈ റൈറ്റ് ട്രയാങ്കിൾ. ഇൻ ട്രയാങ്കിൾ എ ഇ സി കണ്ടോ, എ ഇ സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ ഓപ്പോസിറ്റ്സ്, ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എ ഇ. ഇത് 10 root 3 ആണെങ്കിൽ ഈ സിയും 10 root 3 ആയിരിക്കും അല്ലേ. സി ഇ എന്ന് പറയുന്നത് ഈ ബി ഡി തന്നെയാണ്. ദാറ്റ് ഈസ് 10 root 3 ആണ്. അത് നമുക്ക് ആദ്യം എഴുതാം. സി എന്ന് പറയുന്നത് ഈ ബി ഡിയുടെ ലെങ്ത് തന്നെ ആയിരിക്കില്ലേ 10 root 3. ഈ റൈറ്റ് ട്രയാങ്കിൾ വെച്ച് പോകുമ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് 10 root 3. അഡ്ജസൻറ്റ് സൈഡ്, ഈ റൈറ്റ് ട്രയാങ്കിൾ എ ഇ സിയുടെ അഡ്ജസൻറ്റ് സൈഡാണ് 10 root 3. നമുക്ക് എ ഇ കാണണമെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡ് കാണണം. അവിടെയും ടാൻ എടുക്കാം. ടാൻ 60 ഈക്വൽസ് opposite side, that is AE, opposite side by adjacent side that is 10 root 3. Tan 60 is root 3 ആണ്. root 3 equals AE by 10 root 3. Then AE equals root 3 into 10 root 3. Cross ആയിട്ട് multiply ചെയ്യാം. That is root 3 into 3, root 3, 3. 3 into 10, that is 30. This is 30 meter. 30 meter.
ഇനി ഈസി അല്ലേ? ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എ ബി അല്ലേ? ഹൈറ്റ് ഓഫ് ദി ഹിൽ, ഹില്ലിൻ്റെ ഹൈറ്റ് നമുക്ക് കാണാം. എങ്ങനെ കാണാം? എ ഇ പ്ലസ് ഇ ബി അല്ലേ? എ പ്ലസ് ഇ ബി. ഈ ഹില്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ അല്ലേ? എ ഇ പ്ലസ് ഇ ബി ദാറ്റ് ഈസ് 30 + 10, 30 + 10 ദാറ്റ് ഈസ് 40 മീറ്റർ. ഈസിയാണ്, ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ? വളരെ ഈസിയാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെയാണ് എക്സാമിന് ചോദിക്കുക. ഇത് ഫിഗർ വരയ്ക്കുന്നത് കറക്റ്റ് ആയിരിക്കും, ഇതിൻ്റെ ഫിഗർ കറക്റ്റ് ആയിരിക്കണം വരയ്ക്കുന്നത്. ആ ക്വസ്റ്റ്യൻ വായിച്ച് പോകുമ്പോൾ തന്നെ ഫിഗർ ഇങ്ങനെ വരച്ചു പോവുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ടത്, വാട്ട് ഈസ് ഗിവൺ ആൻഡ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. എന്നിട്ട് വേണം ഇപ്പോൾ ചെയ്യും. അല്പം ആലോചിച്ച ശേഷമേ ചെയ്യാവുള്ളൂ. പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്യരുത്, ചിലപ്പോൾ അത് തെറ്റായിരിക്കും. അപ്പോൾ എന്താണ് കാണേണ്ടതെന്ന് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എ ബി ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കി എ ബി എന്ന് പറയുന്നത് എ ഇ പ്ലസ് ഇ ബി ആണ്. ഇ ബി 10 ആണ്, ഇത് 10 ആകുമ്പോൾ ഇത് 10 ആണ്. ഇതൊക്കെ നമുക്കറിയാം. ഈ ട്രയാങ്കിളിൽ, ഈ റൈറ്റ് ട്രയാങ്കിൾ വെച്ചിട്ട് ആണ് എ ബി കാണാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. നോക്കിയറിയാലോ. ഇങ്ങനെയൊക്കെയാണ് ഇത് നോക്കിയും കണ്ടൊക്കെ വേണം ചെയ്യാൻ. ഓക്കെ.